ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സസ്ന മോളുടെ കല്യാണമാണ്. ഫെബ്രുവരി 9th മൺഡേ. അപ്പോൾ അതിന് മൺഡേ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും മാരേജ് ഫംഗ്ഷന് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ടീം ഹെഡ് സാറിന് അന്ന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ സാർ അതിന് മുന്നേ ഒരു ദിവസം നമുക്ക് സസ്നയുടെ വീട്ടിൽ പോയി ഒന്ന് വിഷയൊക്കെ ചെയ്ത് വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇനി അടുത്ത മണവാട്ടിയാകാൻ പോകുന്ന ആളാണ് ഇപ്പോൾ ഈ മുന്നിൽ തിരക്കിട്ട് നടക്കുന്നയാൾ അശ്വിനി. അപ്പോൾ അശ്വിനി പറഞ്ഞു, അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്, നമുക്കൊരു ബ്രൈഡ്സ് ടു ബി, ഇപ്പോൾ അതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ ബ്രൈഡ്സ് ടു ബി പോലെ നമുക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ചെറുതായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാറിൽ സസ്നയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയാണെങ്കിൽ ഒരു ബ്രൈഡ്സ് ടു ബി പോലെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് സാറിനോട് പറഞ്ഞു. ഇപ്പം നമ്മളതൊരു വീഡിയോ ആക്കാമെന്നും ഇപ്പോഴാണ് സാറിനോട് പറയുന്നത്. അപ്പോൾ സാറിന് അതിൻ്റേതായ ഒരു ടെൻഷനായിട്ടുണ്ട്. ഇപ്പോൾ സാറ് വീഡിയോയിലാണല്ലോ. അപ്പോൾ സാറ് കാണാറുള്ള വ്ളോഗിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ടീമിലെ അജീഷേനും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൂടെ കൂടി. അപ്പോൾ ചേട്ടൻ കയറിയതിന് ശേഷമാണ് അശ്വിനി പറഞ്ഞത്, ചേച്ചി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗിനൊരു ഹൈ ഒക്കെ പറഞ്ഞു. വീണ്ടും നമ്മൾ സസ്നയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അധിക ദൂരമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ സസ്നയുടെ വീടെത്തും. അപ്പോൾ നമുക്ക് സസ്നയുടെ പപ്പയും സസ്നയുടെ ഫാമിലി സസ്നയും അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ വഴിയിലേക്കൊന്ന് പപ്പ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള വഴിയൊക്കെ കാണിച്ചു തന്നു. ഇപ്പോൾ എല്ലാവരും സാറായാലും അജീഷേട്ടനായാലും അശ്വിനിയൊക്കെ ആണെങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം അവർ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവരുടെ മൂവ്മെൻറ്റൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരിക്കുട്ടി ബ്രൈഡ് സസ്നാമോൾ, സസ്നയുടെ പപ്പ, ഈസമോൾ, എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സാറ് വളരെ കെയർഫുള്ളായിട്ടാണ് നടന്നു വരുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണമുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് സസ്നയുടെ വീട്. അപ്പോൾ സാറും സസ്നയുടെ ഫാദറും സ്ഥലത്തെ പറ്റിയും മറ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് അവരുടെ പിന്നാലെ തന്നെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സസ്നോടും പറഞ്ഞു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളും ഭയങ്കര നാണത്തിലാണ്. ദെൻ നമ്മൾ ചെറിയ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിസ്നയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മരങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്നെ കൂടി വീഡിയോയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അശ്വിനിയായിരുന്നു ക്യാമറാമാനായിട്ട് വന്നത്. പിന്നെ എനിക്ക് കൂടുതൽ നേരം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ക്യാമറ വാങ്ങി വീണ്ടും നമ്മൾ സസ്നയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇതാണ് സസ്നയുടെ വീട്. അപ്പോൾ മാരേജ് ഫംഗ്ഷനൊന്നും ഇനി വീട്ടിൽ വെച്ചല്ല, അതൊക്കെ ഹാളിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ സാറിൻ്റെ അസാന്നിധ്യത്തിൽ അന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് സാറില്ലാത്ത കാരണമാണ് നമ്മളിപ്പോൾ വന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക്. നമ്മൾ ഈ കേക്ക് വാങ്ങാൻ പോയപ്പോൾ തന്നെ ഈ സെയിം കേക്ക് വേണം എന്ന് പറഞ്ഞ് വേറൊരു കസ്റ്റമർ ആ ഷോപ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം അശ്വിനിയുടെ ഒരു നല്ലൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. ദെൻ നമ്മുടെ സസ്ന മോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഈ ഒരു കാര്യങ്ങളൊന്നും സസ്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അശ്വിനി പറഞ്ഞു, അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു ക്രൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൗൺ സസ്നയ്ക്ക് വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്രൗണൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ വീണ്ടും ക്യാമറ ഞാൻ അശ്വിനിക്ക് കൊടുത്തു. അങ്ങനെ സസ്ന കുട്ടിക്ക് നമ്മൾ ക്രൗണൊക്കെ വെച്ച് കൊടുത്തു. വീണ്ടും അതൊന്ന് നന്നായിട്ട് ശരിയാക്കി ഞാൻ വെച്ച് കൊടുത്ത് വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേക്ക്, ബ്രൈഡ്സ് ടു ബി കേക്ക്. ദെൻ സാറിനെയും അജീഷേനെയും സസ്നയുടെ ഫാമിലിനെയും എല്ലാം നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് വിളിച്ച് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ എല്ലാം പോസുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ്.
നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടീമിലുള്ള എല്ലാവരും, പിന്നെ സസ്നയുടെ ഫാമിലി നമ്മളെല്ലാവരും കൂടി മാറി മാറി ഒന്ന് രണ്ട് നല്ല മെമ്മറീസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ എന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി അജീഷ് ചേട്ടൻ കുറച്ച് നേരം ക്യാമറ എടുത്ത്, ദെൻ കേക്ക് കട്ട് ചെയ്ത് സസ്നയ്ക്ക് നമ്മളെല്ലാവരും കേക്ക് കൊടുക്കുകയും സസ്ന തിരിച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു ഈവനിങ് ആയിരുന്നു. നമ്മൾ ഓഫീസ് കഴിഞ്ഞാണ് എല്ലാം പ്ലാൻ ചെയ്തത്, കുറച്ച് ലേറ്റായി, എന്നിരുന്നാൽ കൂടി നല്ലൊരു ഈവനിങ് ആയിരുന്നു. കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്തു, ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട്. പിന്നെ ഓഫീസിലെ എല്ലാവരും നിന്നുകൊണ്ട് കേക്ക് കട്ടിങ്ങിന് കഴിഞ്ഞ് സസ്നയുടെ ഫാമിലി ഞങ്ങൾക്കൊരു ചെറിയ സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സസ്നയുടെ മമ്മി ഒരുക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി നാടൻ ചിക്കൻ കറി, ചപ്പാത്തി, പഴം, പിന്നെ അടിപൊളി ചായ. അങ്ങനെ ഞങ്ങളെല്ലാവരും സസ്നയും ഇസമോളും എല്ലാവരും കൂടി ഇരുന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ ഏകദേശം ഒരുവിധം ടൈമൊക്കെ ഒത്തിരി ലേറ്റായി വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ ടീമിൻ്റെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൂടി സസ്നയ്ക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് കൊടുക്കുമ്പോൾ സാറ് പറയുന്നുണ്ട്, ഇതൊരു ചെറിയ ഗിഫ്റ്റാണ്, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും സസ്നയുടെ കൂടെ ഉണ്ടായിരിക്കും, ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അങ്ങനെ സസ്നയ്ക്ക് എല്ലാ വിശ്വാസവും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും ഞങ്ങൾ സസ്നയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരിച്ച് ഞങ്ങളുടെ ഓഫീസിലെത്തി. സാറ് ഞങ്ങളുടെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഓഫീസ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ചുറ്റും ഒന്ന് വീഡിയോ എടുത്തു. എയർ ഇന്ത്യയുടെ ഓഫീസ്, നമ്മളുടെ ഓഫീസ്